റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് 2 അഡ്വൈസ് തരാൻ ഒരു ഡോക്ടർ വെച്ചിട്ടുണ്ട് നമ്മളെ കൂടെ. ഡോക്ടർ അൻസിൽ സുൽത്താനാണ്. പ്രേമിക്കുക. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇവരെങ്ങനെ ഡോക്ടറെ വെച്ചാൽ 12 കുട്ടികളെ തേച്ച് വഞ്ചിച്ച് ഇത്ര വലിയൊരു നിലയിലെത്തിയ ആളാണ്. സോ ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഇന്റർവ്യൂവിൽ വരെ കൊണ്ടുവന്നത് കേട്ടോ. സോ വെൽക്കം മിസ്റ്റർ അൻസിൽ സുൽത്താൻ. നമസ്കാരം. എങ്ങനെയാണ് 12 കുട്ടികളെ തേച്ചത്? അത് ഓരോ കുട്ടികളോട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി നമ്മൾ ഏറ്റവും മെയിൻ പറയുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പൈസ, വീട്ടില് പ്രശ്നങ്ങളാണ്, പൈസ ഇല്ല, കുടുംബത്തിൽ ബാധ്യത, റെസ്പോൺസിബിലിറ്റി, അതെ അങ്ങനെ ഓരോന്ന്. പിന്നെ വേറൊരു അസ്ഥിക്ക് പിടിച്ച കുട്ടികൾ എങ്ങനെ ഒഴിവാക്കാറ്? അസ്ഥിക്ക് പിടിച്ച കുട്ടികൾ ഒറ്റയ്ക്ക് ഒഴിവാക്കാൻ കഴിയൂല. നമ്മള് മെല്ലെ 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 ട്രോമ ഡിപ്രഷൻ ഒക്കെ വരാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് മെല്ലെ മെല്ലെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാട്ടോ റിവീൽ ചെയ്ത ടോപ്പ് സീക്രട്സ് ഓഫ് അൻസിൽ. മെല്ലെ 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 നമ്മൾ ഒഴിവാക്കാൻ, അങ്ങനത്തെ മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ പറയാ ലൈക്ക് നമ്മളിങ്ങനെ പ്രഷർ ആക്കുക. അപ്പോൾ നമ്മളോട് പറയും നമ്മൾ ടോക്സിക് ആണ്. അപ്പൊ നമ്മൾ എനിക്കിപ്പോ ഞാൻ ടോക്സിക് ആകാൻ തുടങ്ങിയില്ലേ, എനിക്ക് ഞാൻ ടോക്സിക് ആകാൻ തുടങ്ങിയില്ലേ എന്നറിയാം. പിന്നെ അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ. അപ്പോൾ ഒരു ഇങ്ങനെ പറയും. അപ്പൊ നമ്മള് പറയാല്ല എനിക്ക് അങ്ങനെ ഇൻസെക്യൂർ ആവുന്നുണ്ട് ടോക്സിക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ അറ്റാച്ച്മെന്റ് ഇങ്ങനെ വിടും. അതായത് ഓരറിയാതെ ഓരോ കൊണ്ട് നമ്മള് ഇവനെ എത്തിക്കും. അതൊക്കെയാണ് പിന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വെച്ചാൽ നമുക്ക് സംശയരോഗമാകുക. നമ്മള് സംശയരോഗമാകുമ്പോ നമ്മളിങ്ങനെ ഓരോന്ന് ചോദിക്കുക, ആരായൊക്കെ മറ്റേ ഇങ്ങനെ അങ്ങനെ പല ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലേ, ഫ്രീഡം തരുന്നില്ല. അപ്പൊ ഓര് നമ്മളോട് അറിയും ഇവർക്ക് ആകെ സംശയമൊക്കെ എനിക്ക് കയ്യിനും ജതിയിൽ നിൽക്കാനും പറഞ്ഞുകൊണ്ട് ഓരോ നമ്മൾ ഒഴിവാക്കി പോയിക്കോളും. സെറ്റാക്കാൻ നമുക്ക് പറഞ്ഞുതരാം 100 ആൾക്കാർ. പക്ഷെ പിന്നെ ഊരാനുള്ള പണി അത് അഞ്ചലിന് മാത്രമേ. പിന്നെ ഒരു ആളെ കുട്ടിയെ നമുക്ക് സെറ്റാക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഓൻ എന്തെങ്കിലും ഓളായിട്ട് തെറ്റി നിൽക്കണ ഒരു ടൈം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുക, അപ്പൊ കെയർ ചെയ്യാം. ഒറ്റയടിക്ക് പറയൂല, മെല്ലെ മെല്ലെ ചോദിക്കാം. നമ്മളിങ്ങനെ മെല്ലെ ലൈക്ക് ഓരോരോ ചോദിക്കാം, എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ. അപ്പൊ ഒരു ഇല്ല. അപ്പൊ സത്യമാണ് എൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ കിടന്ന് ഇങ്ങനെ പൊളയിനെ ഞാൻ അറിയണ്ട. എന്താ ഇത് പറഞ്ഞോ, ഞാൻ ലൈക്ക് എനിക്കിങ്ങനെ തമ്മിൽ ഇതൊന്നും കൊളാക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എന്താ ചോദിക്കണം അത്ര. അങ്ങനെ തുടങ്ങുക. പിന്നെ നമ്മള് ഇങ്ങനെ കയറി വേണ്ടി ഇങ്ങനെ പറയണം, ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടീനെ അങ്ങനെ നോക്കേനി, ഇതെന്താ ഓൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കഴിക്കാം. അപ്പൊ ഓർക്ക് വിചാരിക്കും നമ്മൾ ഒരാൾ വലിയ കയറിങ്ങാന്നുള്ള രീതി. അങ്ങനെ കയറി പിടിച്ച അങ്ങനെ ഇവരൊക്കെ നൻപനായിട്ട് നമ്മൾ തന്നെ കൊണ്ടെടുക്കണുണ്ട്. എപ്പോഴാ പണി വരെ അറിയില്ല. പിന്നെ വേറെ ആളെ അത് പിന്നെ ഭയങ്കര ചീപ്പാണല്ലേ. വേറെ കല്യാണം അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ നമ്മള് വെറുതെ പറഞ്ഞ കേട്ടോ. പക്ഷേ ചിലതൊക്കെ സത്യം അല്ല, ഇത് ഫുള്ള് വെറുതെ പറഞ്ഞ ഫുൾ സ്ക്രിപ്റ്റഡാ. അല്ല, പക്ഷെ ഇത് ട്രൈ ചെയ്തൊക്കെ കിട്ടും. അപ്പൊ പറഞ്ഞ മാരൊക്കെ അവോയ്ഡ് ചെയ്താലും സിനിമയിലൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും സിനിമയിൽ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അങ്ങനെ. എത്ര പ്രേമം ഉണ്ടായിട്ടുണ്ട് തരാൻ ലൈഫില് 2-3 ട്രൂ ആയിട്ട് ടൈം പാസ് ആയിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രൂ ലവിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടോ? അതൊന്ന്. ഇപ്പൊ ഞാനൊരു ട്രൂ റിലേഷൻഷിപ്പിലാണ്. ഇത് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഇത് കിട്ടിയില്ലെങ്കിലും മരണമെന്നല്ല, ഇതാണ് നമ്മളത്. ഓക്കെ. ഇപ്പൊ ഒരാള് ഡേറ്റ് ഞാൻ താല്പര്യപ്പെടുന്നു എന്നോട് വന്ന് പറഞ്ഞാല് നോ. അത് ഇനി സനി അയ്യപ്പനാണെങ്കിലും തമന്നയാണെന്നുണ്ടെങ്കിലും നോ. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നോ. എനിക്കപ്പോ തമന്നയൊക്കെ ടോപ്പ്. അല്ല, വെള്ള അങ്ങനെ മിൽക്കി ബ്യൂട്ടി. അപ്പൊ അങ്ങനെ കേട്ടോ. നമുക്ക് പ്രിഫറൻസ് ഉണ്ട്. ഞാൻ റേസിസ്റ്റ് അല്ല കേട്ടോ, പക്ഷെ എല്ലാവർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവും.